ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും പ്രാണികളെ ഭക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട്. അവയിൽ പാറ്റകളും ഉൾപ്പെടുന്നു. ഇത് വിചിത്രമായി നമുക്ക് തോന്നുമെങ്കിലും പല സ്ഥലങ്ങളിലും ഇവ പ്രോട്ടീന്റെ നല്ല ഉറവിടമായി കണക്കാക്കുന്നു. പാറ്റകളെ ഭക്ഷിക്കുന്ന ചില രാജ്യങ്ങൾ നോക്കാം. ചൈനയിൽ പാറ്റകളെ വ്യാപകമായി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു. ഇവിടെ വലിയ തോതിലുള്ള പാറ്റ ഫാമുകൾ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കോടിക്കണക്കിന് പാറ്റകളെ വളർത്തുന്നു. ഭക്ഷണത്തിന് മാത്രമല്ല, പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ഇവ ഉപയോഗിക്കുന്നു. അവയിൽ നിന്നുണ്ടാക്കുന്ന മരുന്നുകൾ രോഗങ്ങൾ ഭേദമാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഉയർന്ന പ്രോട്ടീൻ ഉള്ളടക്കം കാരണം പാറ്റകളെ മൃഗങ്ങളുടെ തീറ്റയായി ഉപയോഗിക്കുന്നു. മെക്സിക്കോയിൽ പ്രാണികളെ ഭക്ഷിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഇവിടുത്തെ ആളുകൾ പലപ്പോഴും പുൽച്ചെടികളെയും മറ്റു പ്രാണികളെയും ഭക്ഷിക്കുന്നു. ചില പ്രദേശങ്ങളിൽ പാറ്റയെ സാധാരണമായി വറുത്തോ പൊരിച്ചോ പച്ചക്കറികൾക്കൊപ്പം പാകം ചെയ്തോ ആണ് ഉപയോഗിക്കുന്നത്. ടോപ്പിംഗ് ആയും ഇവ ഉപയോഗിക്കപ്പെടുന്നു. തായ്ലൻഡിൽ പാറ്റകളെ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് പാകം ചെയ്യുന്നു. ഇവിടുത്തെ ആളുകൾ ഇതിനെ കംഫർട്ട് ഫുഡ് എന്നാണ് വിളിക്കുന്നത്. ഖാനയിൽ പ്രോട്ടീന്റെ വില കുറഞ്ഞ ഉറവിടം എന്ന നിലയിലാണ് പാറ്റകളെ കഴിക്കുന്നത്, പ്രത്യേകിച്ച് മറ്റു സ്രോതസ്സുകൾ ലഭ്യമല്ലാതാവുമ്പോൾ. ചൈനയിലോ മെക്സിക്കോയിലോ ഉള്ളതുപോലെ ജപ്പാനിൽ പാറ്റകൾ അത്ര സാധാരണമല്ല. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ അവയൊരു രുചികരമായ വിഭവമായി കഴിക്കുന്നു. വറുത്തതോ പൊരിച്ചതോ ആയി ഇത് കഴിക്കുന്നു. കംബോഡിയയിൽ പാറ്റകളെ കഴിക്കുന്നത് അത്ര സാധാരണമല്ല. ഒരു കാലത്ത് ഒരു നിർബന്ധിത വിഭവമായിരുന്നു അത്. ഇപ്പോൾ അവ ഒരു സ്ട്രീറ്റ് ഫുഡും ലഘുഭക്ഷണവുമാണ്. ലാവോസിലാകട്ടെ പാറ്റകളെ വറുത്തെടുക്കും, പിന്നീട് ഉപ്പ് ചേർത്ത് ലഘുഭക്ഷണമായി കഴിക്കും. ടാൻസാനിയയിൽ പാറ്റകളെ തിന്നുന്നത് പതുക്കെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. പോഷക സമൃദ്ധവും വില കുറഞ്ഞതുമായതിനാൽ ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നു. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ പല ഭാഗങ്ങളിലും ആളുകൾ പാറ്റകളെയും മറ്റു പ്രാണികളെയും ഭക്ഷിക്കുന്നു. ഇത് പരമ്പരാഗത ഭക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ്.